ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഫോറം മോളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫും കുറച്ച് അല്ലറ സാധനങ്ങളും കൂടെ വാങ്ങണം. അപ്പോൾ അജു ഡ്യൂട്ടിയിൽ നിന്ന് വന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ വന്നു. അപ്പോൾ വിചാരിച്ച് ഫോറം മോളിൽ പോകുമ്പോൾ കുറച്ച് ടൈം പോകും, ബില്ലിങ്ങിലൊക്കെ കുറച്ച് ടൈം നിൽക്കണം. എല്ലാ സാധനവും എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ സുഖമായിട്ട് അതിനകത്ത് തന്നെ പോകും. അപ്പോൾ ഫോറം മോളിൻ്റെ ഈ ഹൈപ്പർ മാർക്കറ്റ്, അതായത് വെജിറ്റബിൾസും സംഭവങ്ങളും എല്ലാം കിട്ടുന്നത് ലുലു മോളിൻ്റെയാണ് ഹൈപ്പർ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. എല്ലായിടത്തും ചുറ്റിത്തിരിയാനാണെങ്കിൽ രാത്രിയിൽ ഒരു 10-11 മണി വരെ ആകും. അപ്പോൾ എല്ലായിടത്തും ചുറ്റിത്തിരിയാനൊന്നും പ്ലാനില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മൾ ബീഫ് മേടിക്കുന്നിടത്ത് പോയി ബീഫ് മേടിച്ചു. അവിടെ പിന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് തരും, ഒരുപാട് ആളില്ലെങ്കിൽ. ഇന്ന് ഒരുപാട് ആളില്ലായിരുന്നു, കാരണം ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ. അപ്പോൾ ഇന്ന് ആൾ കുറച്ച് കുറവാണ് പൊതുവിൽ. അങ്ങനെയുള്ള ദിവസം പോയി ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ലിങ്ങിൽ ഒരുപാട് ടൈം നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. മറ്റേത് ഒരുപാട് സമയം, ഏതാണ്ട് ഒരു അരമണിക്കൂർ ക്യൂവിൽ തന്നെ നിൽക്കണം. അപ്പോൾ അത് എൻ്റെ സെക്ഷനാണ്, ഈ പാത്രങ്ങളുടെ സെക്ഷനല്ല. അവിടെ എല്ലാം ഒന്ന് കണ്ട് കേട്ട് ഇങ്ങനെ ഒന്ന് വിരകി അതെല്ലാം ഒന്ന് എടുത്തു നോക്കി അതിൻ്റെ വിലയൊക്കെ നോക്കി. ഈ ക്രോക്കറി ഐറ്റത്തിൻ്റെ അവിടെയാണ് ഞാൻ ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ലുലു മോളിലത്തെ അത്രയും ഐറ്റമൊന്നും ഇവിടെ ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്നാലും അതിൻ്റെ ഇടയിൽ കുറേ പരതി ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. പരതുകയും വേണം, എന്തെങ്കിലും ഒന്ന് മേടിക്കുകയും വേണം. ഇന്നത് നേരത്തെ പറഞ്ഞു, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാരി കൂട്ടരുത്, കാരണം കുറേ ക്രോക്കറി ഐറ്റമൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചുമ്മാ വെറുതെ മേടിച്ചിടരുത്, നേരത്തെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയത്, നേരത്തെ വാണിംഗ് തന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് ഒന്നും മേടിക്കാൻ നിന്നില്ല. എന്നിട്ട് ബീഫ് മേടിച്ചു കഴിക്കുകയാണേ. അപ്പോൾ അതിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാരി വലിച്ച് കഴിക്കില്ല, കാരണം നമ്മൾ എല്ലാം ഹെൽത്തൊക്കെ നോക്കണമല്ലോ. അത് കാരണം നല്ല ബീഫാണ് കേട്ടോ, നല്ല സോഫ്റ്റ്, എപ്പോഴും നമ്മൾ മേടിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതെ, നമ്മളെ മഞ്ഞളും ഉപ്പിട്ടോ ഇതിൽ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഇതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. മതി, അത്രയും മതി, അല്ലെങ്കിൽ ഒരുപാട് പുളി പോലെ ആയിപ്പോൾ. മതി, ധാരാളം മതി. അപ്പോൾ അതെ, അജു ഞാനിവിടെ വേഗം കുക്ക് ചെയ്യാണ്. ഇപ്പോൾ ടൈം ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അജു. അപ്പോൾ നമുക്ക് മുകളിൽ കൂടെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പെട്ടെന്ന് നമുക്ക് ചെയ്യണ്ടേ, എന്നിട്ട് കട്ടിയല കഴുകലൊക്കെ ചെയ്ത് തന്നു. അപ്പം നമ്മൾ തേങ്ങ കൊത്തിട്ടു. ഞാൻ എടുത്തു വെച്ചിരുന്ന സ്പൂൺ എന്ത് ചെയ്തു, ഇട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ, ഓരോ സ്ഥലത്തും ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുന്നതും ഇഞ്ചി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കും. അതിനൊന്നും ഒരളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം കേട്ടോ. നല്ലോണം ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ചുമന്നുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, ഉള്ളി ഇട്ട് കൊടുത്തേ. കേട്ടോ, നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കേ. നല്ല ഫ്രഷ് കരിവേപ്പില, ഇന്നലെ അരി കൊണ്ടുവന്നാണ്. നമ്മുടെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടോ? അത് നേരത്തെ ഒരു വീടിൻ്റെ വർക്ക് ചെയ്തിരുന്നു, അവിടെ പോയപ്പോൾ ആ വീട്ടിൽ നിന്ന് പറിച്ചോണ്ട് വന്നു. അപ്പം അത് നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് ഇടാം. നിസറും കടിച്ചു, അത് പറിച്ചാൽ അതിന് കുറേ മുച്ചറുകടിയും കൊണ്ടതാണ്. നമ്മൾ 1/2 കിലോയിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. 1/2 ടേബിൾ സ്പൂണാണേ. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പെരിഞ്ജീരകപ്പൊടി നന്നായിട്ട് ഇടണം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കേട്ടോ, എല്ലാം ടേബിൾ സ്പൂണാണേ. ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പ്രയോജനപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ്
നമ്മൾ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പോൾ കേട്ടോ. ഇത്രയും ജോലിയാണ് ഒരു ബീഫ് കറി വെക്കാനായിട്ട്. അത് പെട്ടെന്ന് നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ ആ, ചെറിയ ഉള്ളി വിരിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സവാള ഉള്ളി ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ജോബൊക്കെ ചെയ്തിട്ട് ചിക്കൻ ഇതിട്ടില്ല മസാല, ചിക്കൻ മസാല, ബീഫ് മസാല. ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നതാണ്. നമ്മൾ മീറ്റ് മസാല മേടിച്ചിട്ടുണ്ട്. ഇന്നലെ ലുലുമോളിൽ നിന്ന് മേടിച്ചാണ്. അത് നമുക്ക് ഒരു കുറച്ച് നെറ്റ് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ ആണ് അതും കേട്ടോ. അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ബീഫ് ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കണ്ണാടി മൊത്തം ഊരി പോകുന്നൊരു ഷോപ്പിൽ പോയി ശരിയാക്കണം. ദേ അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ദേ ഇപ്പോഴേ എൻ്റെ കണ്ണാടി മൂക്കി കണ്ണാടി ആയിട്ടുണ്ട്. ഞാനത് കയറ്റി വയ്ക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ലൂസായിരുന്നു. ഫുൾ ടൈം വെക്കുമല്ലേ. ചിലപ്പോൾ ഞാൻ മൂക്കൊട്ടിപ്പോയതാണ്. മൂക്കൊട്ടി ആർക്കും മൂക്ക് കണ്ണാടിയിലൊട്ടിയോ കണ്ണാടി മൂക്കിലൊട്ടിയോ ആണെന്നിവിടെ. ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിലിടാം കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ലല്ലോ. കുരുമുളക് പൊടി ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴേ ടേസ്റ്റ് വരുള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച കുരുമുളക് പൊടിയാണ്. ഇതൊന്ന് ക്ലോസൊക്കെ കാണിച്ചു കൊടുത്ത് വളരെ പൊളിയല്ലേ. എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ കേട്ടോ. നമ്മൾ ആ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്ന് ഉരിച്ചിട്ട് ഒന്ന് കല്ലിലിട്ടത് ചതച്ചെടുക്കണം. നമ്മുടെ ആ മസാല ഇടിക്കണ കല്ലില്ലേ അതിലിട്ടൊന്ന് ഇടിച്ചെടുക്കണം. അത് ഒരിത്തിരി ജോലിയായി. ഇഞ്ചി ഉരിച്ചെടുക്കണം. ഞാൻ പറയണത് അത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സൺഡേയിൽ ഇഞ്ചിയൊക്കെ ഉരിച്ച് ചതച്ച് വയ്ക്കുക. വെളുത്തുള്ളി ചെറിയ ഉള്ളി അതെല്ലാം ഉരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാഴ്ചത്തേക്കുള്ള ആ ജോലി ഒരുപാട് ജോലി പെട്ടെന്ന് നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഒരാഴ്ചത്തേക്കുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചിയെല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ആവശ്യത്തിന് വറ്റി ഒരു ഇത്തിരി തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഫ്രൈ ആയിട്ടില്ല. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാനൊരു രസമില്ല. അതിനേക്കാളും നല്ലത് ഒരു ഗ്രേവിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിക്കാം. നിങ്ങൾക്ക് ഡിന്നറിന് എന്തായിരുന്നു? ചിക്കനായിരുന്നോ ബീഫായിരുന്നോ അതോ ഫിഷായിരുന്നോ? എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞാണ്. ഇന്ന് ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടാണ്. കാരണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യുമല്ലായിരുന്നു. ഫ്രീസറിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഫ്രഷ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം, അത് വേറൊരു ഫീല്. അപ്പോൾ അത് കാരണം ഇത് മുഴുവനൊന്നും ഇന്ന് കഴിക്കില്ല, കുറച്ച് ബാക്കി വരും. അത് നാളെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാതെ അതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്.